എല്ലാവർക്കും ഭൂമി കൊടുത്ത ഗവൺമെൻറ് ഏതാണ്? എല്ലാവർക്കും പാർപ്പിടം കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ് ഏതാണ്? എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനായി ഏത് ഗവൺമെൻറ്റാണ് ഉത്സാഹിച്ചത്? എല്ലാവരുടെയും ആരോഗ്യപരിരക്ഷയ്ക്ക് ഉറപ്പുണ്ടാക്കിയത് ഏത് ഗവൺമെൻറ്റാണ്? അതെല്ലാം LDF ഗവൺമെൻറ്റാണ്. ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ വർത്തമാനത്തിൻ്റെയും ഭാവിയുടെയും മുന്നണിയാണ്. ഈ LDF ആണ് പ്രതീക്ഷയുടെ രാഷ്ട്രീയം കൈമാറുന്നത്. ഈ LDF ആണ് കഴിഞ്ഞ 10 കൊല്ലങ്ങളിൽ കേരളത്തിന് മുമ്പിൽ വികസനത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു മാതൃക ചൂണ്ടിക്കാണിച്ചത്. ഇതേ LDF ആണ് നമ്മുടെ നാടിൻ്റെ ജീവിതത്തിൽ കേരളത്തിൽ വന്ന വലിയ മാറ്റങ്ങളെപ്പറ്റി ഇന്ത്യയെ മുഴുവൻ പഠിപ്പിച്ചത്. LDF ആണ് വർഗീയ രാഷ്ട്രീയത്തിൻ്റെ അപകടങ്ങളെപ്പറ്റി ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തെ വർഗീയ കലാപത്തിൽ നിന്നും വിമുക്തമാക്കി മാറ്റിയത്. LDF ആണ് വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും മേഖലകളിൽ ഇന്ത്യയിൽ എവിടെയും കാണാത്ത വലിയ മുന്നേറ്റം സംഘടിപ്പിച്ചത്. അങ്ങനെ എല്ലാമുള്ള LDFൻ്റെ രാഷ്ട്രീയ യാത്രയിൽ നിർണായകമായ ഒന്നാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പെന്ന് എല്ലാവർക്കും അറിയാം. ആ തിരഞ്ഞെടുപ്പ് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്കാകെ തന്നെ ബാധകമായ ഒരു സന്ദേശം കൈമാറാൻ ഉതകുമെന്ന് ഉറച്ച വിശ്വാസം LDFനുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൻ്റെയും ഈ കേരളത്തിൻ്റെയും പ്രാധാന്യം സംസ്ഥാനത്തിൻ്റെ മാത്രം 4 അതിർത്തിക്കുള്ളിൽ ഒതുങ്ങില്ല എന്നാണ് LDFൻ്റെ വിശ്വാസം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിക്രമത്തിൽ കേരളത്തിന് സവിശേഷമായൊരു പങ്ക് വഹിക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നാളത്തെ ഇന്ത്യ സഞ്ചരിക്കേണ്ട വഴി അതാണ്. ഈ ചോദ്യം ഉണ്ടാകുന്നുണ്ട് നാട്ടിലെമ്പാടും. വലതുപക്ഷത്തിൻ്റെ വാഴ്ചയിൻ കീഴിൽ ഇന്ത്യയിൽ നാം കാണുന്ന കാഴ്ച എന്താണ്? ആ കാഴ്ച എവിടെയും ഇരുട്ടിൻ്റേതാണ്. ജനങ്ങളുടെ മുമ്പിലുള്ള എല്ലാ പ്രതീക്ഷകളുടെയും വെളിച്ചം ഊതിക്കെടുത്തിക്കൊണ്ട് വലതുപക്ഷ BJP ഭരണം, RSS നിയന്ത്രിക്കുന്ന ഫാസിസ്റ്റ് ഭരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സാമൂഹ്യ ബന്ധങ്ങളുടെയും എല്ലാ മേഖലകളിൽ കട്ട പിടിച്ച ഇരുട്ടിനെ കുടിയിരുത്തിക്കഴിഞ്ഞു. അവിടെയെല്ലാം ഇരുട്ടിൻ്റെ കോട്ടകൾ ജനങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ പുറകോട്ട് പിടിച്ചു വലിക്കുന്നു. ആ ചുറ്റുപാടിലാണ് നാം ഉറപ്പിച്ചു പറയുന്നത്, ഇന്ത്യക്ക് ഒരു പുതിയ വഴി വേണം. ഏതാണ് ആ വഴി? ആ വഴി ആരായുന്ന ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ ഈ തെക്കേ കോണിലെ കൊച്ചു കേരളം ചൂണ്ടിക്കാണിക്കുന്ന വഴിയാണ് ഭാവി ഇന്ത്യയുടെ വഴിയെന്ന് ഇടതുപക്ഷം ന്യായമായും ചിന്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മറക്കാത്ത, നാടിനെ മറക്കാത്ത, ഭാവിയെപ്പറ്റിയുള്ള പ്രതീക്ഷകളെ ഉദ്ദീപിപ്പിക്കുന്ന രാഷ്ട്രീയ വഴികൾ, സാമ്പത്തിക നയങ്ങൾ, വികസന പാതകൾ, ഇതെല്ലാമാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന് ഇടതുപക്ഷം കാണുന്നു. ആ കാഴ്ചപ്പാടിൻ്റെ ഒരു മാതൃകയായിട്ടാണ് കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെ LDF ശക്തികളെല്ലാം ഉയർത്തിക്കാണിക്കുന്നത്. ആ രീതിക്ക് പറയുകയാണ്, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വിജയാപജയങ്ങളെല്ലാം കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയുടെ വഴിയാണ് നാം ചൂണ്ടിക്കാണിക്കാനും വെട്ടിത്തെളിക്കാനും ശ്രമിക്കുന്നത്. ഈ 10 വർഷക്കാലം അതേപ്പറ്റിയാണ് ഇന്ത്യയോട് പറഞ്ഞത്. ഈ വഴികളിൽ നിന്ന് ഇന്ത്യക്ക്, കേരളത്തിന് വഴിമാറാൻ പറ്റില്ല. നമ്മുടെ വഴി ഇതാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എണ്ണി പറയാൻ എന്തെല്ലാം നേട്ടങ്ങൾ. 57-ലെ ഒന്നാമത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് തുടങ്ങി വെച്ച ഒരു യാത്രയുണ്ട്, കേരളത്തിൻ്റെ വികസന യാത്ര. ആ യാത്ര ലോകം തന്നെ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ സമസ്യയ്ക്ക് ഉത്തരം കൊടുത്ത യാത്രയായിരുന്നു. വികസനത്തിൻ്റെ കേന്ദ്രസ്ഥാനം, മുഖ്യ പരിഗണന ആർക്കാണ്? ഈ ചോദ്യമുണ്ട് എല്ലായ്പ്പോഴും ലോകത്ത്. ചരിത്രത്തിൽ ആ ചോദ്യം പലപ്പോഴും വന്നിട്ടുണ്ട്.
ആരാണ് വികസനത്തിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ? എന്താണ് വികസനം? ആർക്ക് വേണ്ടിയാണ് വികസനം? ഈ ചോദ്യമാണ് ലോകം ഉന്നയിച്ചത് എന്നും. അവിടെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും വഴിമാറിപ്പോകുന്നത്. ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും വ്യത്യാസം കേവലമായ അക്ഷര വ്യത്യാസം മാത്രമല്ല, ആ വ്യത്യാസം മൗലികമാണ്. ആ വ്യത്യാസത്തിൻ്റെ കാതൽ എന്താണ്? വലതുപക്ഷം പറയുന്നു വികസനം പണക്കാർക്കും ലാഭത്തിനും കമ്പോളത്തിനും വേണ്ടി മാത്രമാണെന്ന്. അതാണ് വലതുപക്ഷ വികസനം. ഇടതുപക്ഷം ലോകത്ത് പറയുന്നത് അതല്ല. ജനങ്ങളുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റമുണ്ടാകണം. ഇന്നലെ ജീവിച്ചതിനേക്കാളും മെച്ചപ്പെട്ട ജീവിതം കൊടുക്കാൻ കഴിയണം വികസനത്തിന്. അതെല്ലാവർക്കും കഴിയണം. അല്ലാതെ സമൂഹത്തിലെ വൻകിടക്കാർക്ക് മാത്രമല്ല അതിൻ്റെ ഗുണഫലങ്ങൾ തേർന്നത്. എല്ലാവർക്കും അതിൻ്റെ ഗുണഫലങ്ങൾ എത്തിയേ തീരുമെന്ന് ഇടതുപക്ഷം പറയുന്നു. പീപ്പിൾ ഓർ പ്രോഫിറ്റ്സ്, അതായിരുന്നു ചോദ്യം. ജനങ്ങളാണോ അതോ ലാഭമാണോ മുഖ്യം? വലതുപക്ഷം പറഞ്ഞു പ്രോഫിറ്റ്സ്, ലാഭം എന്ന് പറഞ്ഞു. ഇടതുപക്ഷം പറഞ്ഞു അല്ല, പീപ്പിൾ, ജനങ്ങൾ, അതാണ് മുഖ്യമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് വികസനം. ജനങ്ങളെയാണ് മുഖ്യമായി കാണേണ്ടത്. അവർക്കപ്പുറം ആരുമില്ല. ഈ കാഴ്ചപ്പാടിലാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും ദർശനവും എല്ലായിടത്തും പറയുന്നത്. ആ ദർശനത്തിൻ്റെ, ആ രാഷ്ട്രീയത്തിൻ്റെ പ്രാഗ് രൂപമാണ്, പ്രവൃത്തി വികസന രൂപമാണ് LDF സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് 57 ആരംഭിച്ച ആ യാത്രയ്ക്ക് അനുബന്ധമായി ഇടതുപക്ഷം നയിച്ച ഓരോ ഗവൺമെൻറ്റുകളും കേരളത്തിൽ സാമൂഹിക രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, എല്ലാ രംഗത്തും വമ്പിച്ച മാറ്റമുണ്ടാക്കിയത്. അതിപ്പോൾ നമുക്കറിയാം. എല്ലാവർക്കും ഭൂമി കൊടുത്ത ഗവൺമെൻറ് ഏതാണ്? എല്ലാവർക്കും പാർപ്പിടം കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ് ഏതാണ്? എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനായി ഏത് ഗവൺമെൻറ്റാണ് ഉത്സാഹിച്ചത്? എല്ലാവരുടെയും ആരോഗ്യപരിരക്ഷയ്ക്ക് ഉറപ്പുണ്ടാക്കിയത് ഏത് ഗവൺമെൻറ്റാണ്? അതെല്ലാം LDF ഗവൺമെൻറ്റാണ്. ഇതാണ് വാസ്തവത്തിൽ കേരളത്തിൻ്റെ നേട്ടമെന്ന് നമുക്കറിയാം. ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് നമ്മളെല്ലാവരെയും വിളിച്ചറിയിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒരു കാര്യം നമുക്ക് ഊന്നിപ്പറഞ്ഞേ തീരും. അത് മറ്റൊന്നുമല്ല, മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു സങ്കല്പമുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയോട് ചോദ്യമുണ്ടായി, എന്താണ് സ്വരാജ് എന്ന്. ഗാന്ധിജി പറഞ്ഞത് സ്വരാജ് എന്നാൽ എല്ലാവർക്കും ഭക്ഷണമാണ്, എല്ലാവർക്കും വസ്ത്രമാണ്, എല്ലാവർക്കും പാർപ്പിടമാണ്, എല്ലാവർക്കും വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു അതാണ് സ്വരാജ്. ആ സ്വരാജ് പക്ഷേ ഒരിക്കലും കോൺഗ്രസ് പ്രാവർത്തികമാക്കിയില്ല. ഇടതുപക്ഷം പക്ഷേ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആ മഹാസ്വപ്നത്തെ ഏറ്റെടുത്തു. എന്നിട്ട് ആ സ്വപ്നത്തെ യഥാർത്ഥമാക്കാൻ വേണ്ടി ഇടതുപക്ഷം അതിന് എല്ലാ വഴിക്കും നോക്കി. 57 മുതൽ ഇന്ന് വരെയുള്ള ഓരോ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളും സഞ്ചരിച്ചത് ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അതാണ് ഇപ്പോൾ കേരളം കാണുന്ന വഴി. അതേ വഴിയിലൂടെ മുന്നോട്ട് പോകാനാണ് നാം ശ്രമിക്കുന്നത്. ഈ യാത്രയിൽ കേരളത്തിൻ്റെ പുരോഗതി തടയുവാൻ വേണ്ടിയുള്ള നീക്കത്തിൽ കോൺഗ്രസിൻ്റെ നീക്കങ്ങളെ നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പഠിക്കേണ്ടതാണ്. BJP കോൺഗ്രസ് ബന്ധം അതിൻ്റെ എല്ലാ നെറികെട്ട രൂപത്തിലും ഇവിടെ നടപ്പിലാക്കപ്പെടുകയാണ്. കാലങ്ങളായി അന്ധമായ ഇടതുപക്ഷത്തിൻ്റെ മാത്രം വഴിയെ പോകുന്ന BJPയും കോൺഗ്രസും ഇവിടെ LDF ചേർക്കുവാൻ വേണ്ടി എത്രയോ കാലമായിട്ട് കൈകൾ ചേർത്ത് പിടിക്കുന്നു. 71 വടകരയിലും ബേപ്പൂരിലും ആരംഭിച്ചതാണ് ആ ചങ്ങാത്തം. ആ ചങ്ങാത്തം അനുസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും ഒന്നാണ്. രണ്ടായി ഭാവിക്കുമെങ്കിലും ഒന്നിച്ച് അത് വരികയാണ്. ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റത്തറിയുവാൻ വേണ്ട നീക്കത്തിൽ എല്ലാത്തരം മാന്യതകളെയും അന്തസ്സിനെയും സ്വന്തം രാഷ്ട്രീയത്തെയും മറന്നുകൊണ്ട്, എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അതിൻ്റെ ഗാന്ധി നെഹ്റു മൂല്യങ്ങളെയെല്ലാം പൂർണ്ണമായി കുഴിച്ചു കൊടുക്കുന്നുണ്ട് BJPയുടെ ബന്ധുവായി മാറുകയാണെന്ന കാര്യം നാം കാണുന്നുണ്ട്. ഇപ്പോൾ നാം കാണുന്നുണ്ട് കേരളത്തിലെ അസംബ്ലിയിൽ നടന്ന കാര്യം എന്താണ്? ഒരു ബജറ്റ് വന്നു, കേന്ദ്ര ബജറ്റ്. ആ ബജറ്റ് പൂർണ്ണമായിട്ടും കേരളത്തെ മറന്നു. ഒന്നും തരാതെ കേരളത്തെ വഞ്ചിച്ച ബജറ്റാണത്. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു പ്രമേയം പാസ്സാക്കാനായി ശ്രമിച്ചു കേരള നിയമസഭ. LDF ആഗ്രഹിച്ചത്, ഗവൺമെൻറ് ആഗ്രഹിച്ചത് ആ പ്രമേയം എല്ലാ രാഷ്ട്രീയ ഘടകങ്ങളും മറന്നുകൊണ്ട് ഒറ്റ സ്ഥലത്തിൽ അസംബ്ലി പാസ്സാക്കണമെന്നായിരുന്നു. അതിനുവേണ്ടിയുള്ള പ്രമേയത്തിൻ്റെ ചർച്ചാവേളയിൽ കോൺഗ്രസ് സഭയിലുണ്ടായിരുന്നില്ല. കാരണം സഭയിലുണ്ടായാൽ BJPയെ പറ്റി വിമർശിക്കണം, സഭയിലുണ്ടായാൽ
BJP നയത്തെപ്പറ്റിയുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിക്കണം. സഭയിലുണ്ടായാൽ BJP രാഷ്ട്രീയത്തിൻ്റെ ലോഹനയങ്ങളെപ്പറ്റി പറയേണ്ടി വരും. അതുകൊണ്ട് കോൺഗ്രസ് തീരുമാനിച്ചത് അവിടെ ഇരിക്കേണ്ട എന്നാണ്. UDF സഭ ബഹിഷ്കരിച്ചു. എന്തൊരു നാണം കെട്ട ബഹിഷ്കരണമാണത്. BJPക്കെതിരായി പറയേണ്ടി വരുന്ന സമയത്ത് അത് പറയാനുള്ള രാഷ്ട്രീയമായ ആർജവത്തിന് കുറവ് കൊണ്ട് കോൺഗ്രസ് തീരുമാനിച്ചത്, UDF തീരുമാനിച്ചത് സഭയിലേ ഉണ്ടാകേണ്ട എന്നാണ്. അങ്ങനെ സഭയെ ബഹിഷ്കരിച്ചുകൊണ്ട് BJP സഹായിച്ച കോൺഗ്രസ്സാണ് ഇവിടുത്തെ കോൺഗ്രസ്. സഭയിലേക്ക് വന്നാൽ BJPയെ വിമർശിക്കേണ്ടി വരും. അതുകൊണ്ട് സഭയിലേക്ക് വരണ്ട എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു കോൺഗ്രസും UDF ഇവിടെയുണ്ട്. ആ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ ബന്ധം BJPയുമായിട്ടാണ്. ആ BJPയുടെ വഴിയെ പോകാൻ പഠിക്കാത്ത കോൺഗ്രസ്, ആ കോൺഗ്രസിൻ്റെ കൈകോർത്ത് ചേർത്ത് പിടിക്കുന്ന BJP, ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഉയർത്തുന്ന വെല്ലുവിളിക്ക് മുമ്പിൽ LDF മുട്ടുകൊത്താൻ പോകുന്നില്ല. LDF അഭംഗുരം മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ജാഗ്രത ഈ ജാഥ കാണിക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ ഈ ജാഥയെ സ്വന്തമായി കണ്ടു. അവർ ഹൃദയം കൊണ്ട് ജാഥയെ ഏറ്റുവാങ്ങി. അതിൻ്റെ അനുഭവങ്ങളാണ് ഈ ജാഥയ്ക്ക് ഇവിടെ കൈമാറാനുള്ളത്.